ഹേ ഗൈസ് നാച്ചുറൽ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡിജിടെക്കിന്റെ വയർലെസ് മൈക്കാണ്. അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഒരു പാക്കിംഗ് ആണ്. ഇത് iOS-നും ആൻഡ്രോയിഡിനും ഒരേപോലെ തന്നെ യൂസ് ചെയ്യാം. ഐഫോണിലും നല്ല സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം, ആൻഡ്രോയിഡ് ഫോണിലും നല്ല സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം. അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ ഒരു കേസ് ഉണ്ട്. ആ കേസിനുള്ളിലാണ് മൈക്കും അതിന്റെ അഡാപ്റ്ററിങ് എല്ലാം വരുന്നത്. സോ ഈ ബോക്സ് എടുക്കുമ്പോൾ തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ ഒരു പൗച്ച് വരുന്നുണ്ട് ഇത് ഇട്ട് വയ്ക്കാനുള്ള. ടൈപ്പ് സി ടു ലൈറ്റ്നിങ് കൺവെർട്ടർ വരുന്നുണ്ട്. പിന്നെ നോയിസ് ക്യാൻസൽ ചെയ്യുന്ന മറ്റേ പൂച്ചപ്പട പോലത്തെ സാധനം വരുന്നുണ്ട്. ആ കേസ് തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി കേട്ടോ. എന്തായാലും നമുക്കിത് മാറ്റി വെച്ചിട്ട് ആ മൈക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. കാണാൻ നല്ല ലുക്ക് ഉണ്ട്. ഒരു ബ്ലാക്ക് ഷെയ്ഡ് വന്നിട്ട് ചെറിയ ബട്ടനൊക്കെ യെല്ലോ കളറിൽ വന്നിട്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ്. 50 മീറ്റർ വരെ വയർലെസ് ട്രാൻസ്മിഷൻ പരിധിയുണ്ട്. കൂടാതെ 6 ഹവേഴ്സ് RX-TX റൺ ടൈമും 2.4G വയർലെസ് കണക്ടിവിറ്റിയും ഉണ്ട്. ഈ മൈക്കിലാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വോയിസ് എത്രമാത്രം ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. വീഡിയോ എടുത്ത് നോക്കിയാലേ എനിക്കറിയാം. ഞാനിപ്പോൾ ഇതിൻ്റെ നോയിസ് ക്യാൻസലേഷൻ മോഡൊന്ന് ആക്റ്റീവ് ചെയ്യാം. ഇപ്പം നല്ല നോയിസ് ഒക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. ഞാൻ ഫാനൂടെ ഇടാം. ഓക്കെ, ഈ ഫാനിന് അത്യാവശ്യം നല്ല സൗണ്ടുള്ള ഫാനാണ് ഗൈസ്. ഇതാണ് ഫസ്റ്റ് മോഡ്. ഇതിൽ നോയിസ് കട്ടാകുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ഫാനിൻ്റെയൊക്കെ നോയിസ് ഉണ്ട്. ഇനി സെക്കൻഡ് മോഡ് ഗൈസ്, ഇതാണ് സെക്കൻഡ് മോഡ്. ഇതിൽ ഫുള്ളായിട്ട് നോയിസ് കട്ടാവും. ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ടൊന്നും അത്ര അധികം ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. സോ ഇനി വീഡിയോ എടുത്ത് നോക്കിയാലേ എനിക്കറിയാൻ പറ്റത്തുള്ളൂ. ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി ഒരു തേർഡ് മോഡും കൂടെ ഉണ്ട്. അതൊരു സിംഗിങ്, പാട്ടൊക്കെ പാടാൻ ഒരു എക്കോ സിസ്റ്റം ആയിട്ടുള്ള മോഡാണ്. അത് ഡബിൾ ടാപ്പ് ചെയ്യണം അതിൽ. ഗൈസ്, ഞാനിപ്പോൾ വീഡിയോയ്ക്ക് നേരെ വോയിസ് ഓവറാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ആ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ നേരെ മ്യൂട്ട് മോഡിലോട്ടാണ് പോകുന്നത്. ഞാൻ വിചാരിച്ച ആ ഒരു എക്കോ സിസ്റ്റം ആണെന്ന്. ഞാൻ റിവ്യൂ ഒക്കെ നോക്കുമ്പോൾ ആ എക്കോ സിസ്റ്റം കാണിക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാന്ന് തോന്നുന്നു. ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്ന് മാനുവലൊക്കെ എടുത്തൊന്ന് നോക്കി ചെക്ക് ചെയ്തിട്ട് പറയാം അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ. സോ ഇതുവരെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഗൈസ്, ഞാനിപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി ഞാനത് ഓൺ ചെയ്തിട്ട് സംസാരിക്കാം. ഇപ്പോൾ ഞാൻ ആ നോയിസ് ക്യാൻസലേഷൻ ഓൺ ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ട് എല്ലാം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കട്ടാവും. എനിക്ക് മൈക്ക് ഇഷ്ടപ്പെട്ട്. ആ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഇല്ല, എക്കോ സിസ്റ്റം ഇല്ല. ഞാൻ റിവ്യൂ നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അത് ചെറിയൊരു വിഷമം ഉണ്ടെങ്കിലും ഈ വോയിസ് എല്ലാം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റിയിൽ എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് ഈ മൈക്കിന്റെ കറക്റ്റ് ആയിട്ടുള്ള വോയിസും കാര്യങ്ങളും. ഇതൊരു കുറഞ്ഞ ദൂരം പോയ ഒരു 50 മീറ്ററിന്റെ അകത്ത് കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ അത്രയൊന്നും പോയി നോക്കുന്നില്ല. നമുക്കിപ്പോൾ അതിനുള്ള ഒരു ഇതില്ല. ഒന്നാമത് ലൈറ്റിംഗ് ഇല്ല വെളിയിൽ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ വീണ്ടും ബൈ ബൈ.